ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 11:21 മുതലുള്ള വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 11 അധ്യായം പൗലോസ് തന്റെ അപ്പോസ്തലത്തെ കുറിച്ച് ഒരു സമർത്ഥനമാണ്. താൻ ഒരിക്കലും സ്വയം പ്രശംസിപ്പാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ഈ അധ്യായത്തിൽ താൻ സ്വയം പ്രശംസ നടത്തുകയാണ് ചെയ്യുന്നത്. 12-ലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. താൻ സ്വയം പ്രശംസിപ്പാൻ ഇടയായി തീർന്ന കാരണങ്ങളെ കുറിച്ചാണ് താൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. താൻ സ്വയം അത് ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല എങ്കിലും നിർബന്ധത്താലാണ് അത് ചെയ്യുവാനായിട്ട് ഇടയായത്. എന്തുകൊണ്ടാണ്? ആ കൊരിന്ത സഭയിൽ കടന്നുകൂടിയ അല്ലെങ്കിൽ നുരഞ്ഞു കയറിയ കള്ള അപ്പോസ്തോലന്മാർ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവര് വേറൊരു യേശുവിനെ പ്രസംഗിച്ചു, വേറൊരു സുവിശേഷം പ്രസംഗിച്ചു, അവർ കേട്ടിട്ടില്ലാത്ത വേറെ ആത്മാവിനെ സുവിശേഷിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോൾ ആ സത്യസുവിശേഷം തന്നെ കൊരിന്തിലെ ജനം ഇടറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. എല്ലാവരുമല്ല, ചെറിയൊരു കൂട്ടം ഇടറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അവര് പ്രശംസിക്കുന്നത്, അവര് സൂപ്പർ അപ്പോസ്റ്റൽസ് എന്നൊക്കെ അവര് പറയുന്നത്. അവര് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്റ്റലന്മാരെന്നൊക്കെ പറയുന്നു. അവര് അവരുടേതായ കഴിവുകൾ ഇല്ലാത്ത കഴിവുകളെ അവര് പറയുവാനായിട്ട് ശ്രമിക്കുന്നു. അവര് ബാത്മികളായിരിക്കാം, കാഴ്ചയിൽ കൊള്ളാവുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ അവര് എന്തൊക്കെ തരത്തിൽ കൊരിന്ത്യരുടെ മനം കവരാമോ ആ രീതിയിലൊക്കെ കൊരിന്ത്യരുടെ മനം കവർന്നിട്ട് അവരെ ദൈവത്തിന്റെ സത്യ സുവിശേഷം നിന്ന് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അവനെ പൗലോസ് പറയുന്നത് സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു. അപ്പം സാത്താന്റെ ദൂതന്മാരാണ് ഹോൾസ് ടീച്ചേഴ്സ്. കാരണം ദൈവത്തിന്റെ സുവിശേഷം സംസാരിക്കുന്നവര് തങ്ങളുടെ ജഡം തങ്ങൾ സ്വയം പ്രശംസിപ്പാനോ തങ്ങളുടെ ജഡം ഉയരുവാനായിട്ടോ ആഗ്രഹിക്കുന്നില്ല. സകലവും കർത്താവിൽ പ്രശംസിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്, താൻ പറയുന്നത് പോഷത്വമാണെന്നറിയാം. അത് താൻ ഒരിക്കലും സ്വയപ്രശംസ ചെയ്തിട്ടില്ല. അത് തനിക്കറിയാം താൻ പറയുന്നത് ശരിയല്ല, അത് പോഷത്വമാണ്. ബലഹീനായി തന്നെ എന്നെ കരുതിക്കൊള്ളൂ. പക്ഷെ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് വീണ്ടും തിരിക്കാനായിട്ട് എനിക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണങ്ങളുണ്ട്. അവരുടെ പ്രയോജനത്തിനായി മാത്രമാണ് ചെയ്യുന്നത്. ഫോൾസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ കള്ള ഉപദേഷ്ടാക്കന്മാർ അവരുടെ മേൽ അധികാരം പ്രയോഗിച്ചിട്ടും അവരെ പൊറുക്കുന്നു. കൊരിന്ത്യർ അവരെ പൊറുക്കുന്നു, അല്ലെ അവരോട് ക്ഷമിക്കുന്നു, അവരെ അംഗീകരിക്കുന്നു. അത് തന്നെ ആശ്ചര്യമെന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, താൻ അക്കാര്യത്തിൽ ബലഹീനാണ്. അപ്പോസ്തലൻ എന്ന ഘനത്തോടെ ഇരിക്കാൻ തനിക്ക് അധികാരവും അവകാശവും ഉണ്ടായിട്ടും താനൊരു ഭോഷനെ പോലെ അവരുടെ ഇടയിൽ ബലഹീനായി തന്നെ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ താനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ബലഹീനതയോടും നടുക്കത്തോടും ഭയത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. കാരണം ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ജ്ഞാനത്തിൽ നിന്നോ മനുഷ്യരുടെ വശീകരണ വാക്കുകളാലോ ആയിരിക്കാൻ ആഗ്രഹിച്ചില്ല. സകലവും ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ശക്തിയാലും പ്രദർശിപ്പാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് പൗലോസ് പറഞ്ഞത്. ക്രൂശിന്റെ വചനം, കർത്താവ് സുവിശേഷം അറിയിക്കാനാണ് എന്നെ അയച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുവാനായിട്ടല്ല. സ്നാനം കഴിപ്പാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ദൈവം എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിപ്പാൻ താൻ വാക്ചാതുര്യത്തോടെ ചെയ്യുന്നതുമില്ല. തനിക്ക് വാക്ചാതുര്യത്തോടെ തൻ്റെതായ ശൈലിയിൽ തൻ്റെതായ ജ്ഞാനത്തിൽ പ്രസംഗിക്കാനും അവരെ സുവിശേഷം അറിയിക്കാനും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ പൗലോസ് പറയാൻ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പ്രശംസിക്കുന്നവരിൽ ക്രിസ്തുവിന്റെ കുറിച്ച് മാത്രമേ എനിക്ക് പ്രശംസിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇവിടെ പൗലോസിനേക്കാളും ഉന്നതന്മാരാണെന്ന് പറഞ്ഞ് ചിലർ അവരിൽ പ്രശംസിക്കുകയും കൊരിന്ത്യരെ അവരിലേക്ക് പിടിച്ചിഴയ്ക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യുന്നത്. അപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് നമ്മൾ പറയുന്നില്ല. ഉപായത്താൽ കൊരിന്ത്യരെ അവരിലേക്ക് വശീകരിക്കുന്ന ഒരു വിഭാഗം അവിടെ, ഒരു കൂട്ടർ അവിടെ എത്തിച്ചേരുകയും
അങ്ങനെ അവരെ സത്യസുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അവരുടെ മേലെ നിങ്ങളുടെ മേൽ അവർ അധികാരം ചെലുത്തിയിട്ടും നിങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല. നമ്മൾ 20, 21 ഇപ്പം വായിച്ചു കേട്ടല്ലോ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 11:20, 21. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നു കളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ട് പോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നല്ലോ. നിങ്ങളുടെ മേൽ വേണ്ടാത്ത അധികാരവും അവകാശവും അവർ പ്രയോഗിച്ചിട്ടും നിങ്ങൾ അവരെ പൊറുക്കുന്നു, അവരോട് ക്ഷമിക്കുന്നു, അവരെ കൈക്കൊള്ളുന്നു. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനായി പറയുന്നു, ഞാനും ധൈര്യപ്പെടുന്നു. അപ്പം അക്കാര്യത്തിൽ എന്ന് പറഞ്ഞാല് അവകാശവും അധികാരവും അവരുടെ മേൽ ചെലുത്തുവാൻ തനിക്ക് എല്ലാ അധികാരവും ഉണ്ടായിരുന്നു. കാരണം സുവിശേഷത്താൽ ക്രിസ്തുവിൽ, പൗലോസാണ് അവരെ സുവിശേഷത്താൽ ക്രിസ്തുവേശു ജനിപ്പിച്ചത് അല്ലേ. അപ്പൊ ഒരു നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനേകം ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാനല്ലോ സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ അവരുടെ മേൽ അധികാരം ചെലുത്തുവാൻ പൗലോസിന് കഴിവുണ്ടായിരുന്നിട്ടും പൗലോസ് പറയാം, അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും അവകാശവും അധികാരവും ഉപയോഗിച്ചില്ല. ഒരു അപ്പോസ്തലന്റെ അധികാരം ഉപയോഗിച്ചില്ല അല്ലെ. പണിവാനും ഇടിച്ചു കളവാനും അവകാശമുണ്ടല്ലേ, അധികാരമുണ്ട്. ഇവരെയൊക്കെ ദൈവം അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു. മറ്റവരെന്തോ ചെയ്ത് ഇല്ലാത്ത അധികാരം അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി താഴോട്ടുള്ള 22 മുതലുള്ള താഴെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് അവരിത്രയൊക്കെ ജഡത്തിൽ പ്രശംസിക്കുന്നു, പക്ഷെ അവർക്ക് പ്രശംസിക്കാൻ കഴിയുമെങ്കിൽ തനിക്ക് അവരിൽ അധികമായിട്ട് പ്രശംസിക്കാനായിട്ട് കഴിയും. നമുക്കത് വായിക്കാം. 22 മുതലുള്ള വാക്യങ്ങൾ. 22. അവർ എബ്രായരോ, ഞാനും അതെ. അവർ ഇസ്രയേലിയരോ, ഞാനും അതെ. അവർ അബ്രഹാമിന്റെ സന്തതിയോ, ഞാനും അതെ. ആര്? കൊരിന്തിലെ ഫോൾസ് ടീച്ചേഴ്സ്. അവരാരാ? ജുഡായിസേഴ്സ് ആയിരുന്നു. കാരണം യഹൂദ മതത്തിൽ നിന്നും കയറിക്കൂടി വന്നവരായിരുന്നു. നമ്മൾ ഗലാത്യ സഭയിലൊക്കെ കണ്ടുന്നത് പോലെ. എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലും ഒക്കെ ജാതികളിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞവരും അതുപോലെ യഹൂദന്മാരിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ജാതികൾ പരിശോധന ഏൽക്കാതെ ക്രിസ്തുവിലേക്ക് വന്നത് അല്ലേ. പക്ഷേ യഹൂദന്മാരെല്ലാം ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേ അവർ പരിശോധന ഏറ്റിരുന്നു. അപ്പം അങ്ങനെ നുഴഞ്ഞു കയറി വന്നവരൊക്കെ ചിലവര് ശരിക്കും സത്യസുവിശേഷ രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നവരുണ്ട്. പക്ഷെ ചില നുഴഞ്ഞു കയറി വന്നവരുണ്ട്. ക്രിസ്ത്യാനികളൊന്ന് പേരുണ്ടായിട്ടും പേരിന് മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. പക്ഷെ ശരിക്കും ക്രിസ്ത്യാനികളല്ല. അവര് സത്യസുവിശേഷം കേട്ടില്ല. എന്താ പറഞ്ഞ ശരിയായ പുതുജന്മം അവർക്ക് പ്രാപിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, എപ്പോഴും പറയുന്നത് പോലെ, ഈ കൊരിന്ത്യർ ജ്ഞാനം അന്വേഷിക്കുന്നവരായിരുന്നു. അപ്പം കൊരിന്ത്യയിലെ വിശ്വാസികൾ അല്ലാത്തവര് ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രൂശിലെ മരത്തിൽ തൂക്കപ്പെട്ട ഒരു കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പോഷനായി തീർന്ന, എല്ലാവർക്കും മുമ്പിൽ ഒരു കുത്തുകാഴ്ചയായി തീർന്ന ഒരു കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഒന്നും കാരണമല്ല രക്ഷയ്ക്ക്. ആ ക്രിസ്തു മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ രക്ഷ എന്ന് പറയുമ്പോൾ അത് പോഷകമാണ്. കാരണം രക്ഷയ്ക്ക് വേണ്ടി അനേകം മാർഗങ്ങൾ ചെയ്തിട്ടും രക്ഷ കിട്ടാത്തവര് വിശ്വാസത്താലാണ് രക്ഷ എന്ന് പറയുമ്പോൾ അതൊരു പോഷത്വം അവരുടെയൊക്കെ മനസ്സിലായി. അപ്പൊ അവരുടെയൊക്കെ വിശ്വാസത്തില്ല. പക്ഷെ ഇവിടെ പൗലോസ് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെയൊക്കെ സുവിശേഷം പഠിപ്പിച്ചേക്കും. പക്ഷെ ഈ യഹൂദന്മാരിൽ നിന്ന് ചില വന്നവർ കള്ള സഹോദരന്മാർ എന്ത് ചെയ്തു? രക്ഷയ്ക്കായിട്ട് അവരുടെ കുറെ അനുഷ്ഠാന മാർഗങ്ങളും കൂടെ അവരുടെ മേൽ പിടിച്ചു വെക്കാനായിട്ട്, അല്ലെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം പരിച്ഛേദന മുതലായ കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇവിടെ കൊരിന്തിൽ കടന്നു കയറിയിരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുകയാണ്, അവരവരുടേതായ പാരമ്പര്യത്തിൽ വളരെയേറെ പ്രശംസിക്കുന്നു, അവര് ഇല്ലാത്ത കാര്യങ്ങൾ പ്രശംസിക്കുന്നു. അപ്പം അവർ എബ്രായരോ, എബ്രായരാണെങ്കിൽ ഞാനും അതെ. അവർ ഇസ്രായേലിയരോ, ഇസ്രായേലിയ വംശത്തിൽ നിന്നുള്ളവര്, ഇസ്രായേലിയരോ, ഞാനും അതെ. അവർ അബ്രഹാമിന്റെ സന്തതിയോ, ഞാനും അതെ. അപ്പം പൗലോസ് ദൃഢമായിട്ട് തന്നെ പറയുക, നല്ല ഒരു എന്താ പറയുന്നത് ഊറ്റത്തോടെ തന്നെ പറയുക, അവർക്ക് അത്രയും പ്രശംസിക്കാനാവുമെങ്കിൽ എനിക്കും അതിനേക്കാൾ അധികമായി
പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ജഡത്തിൽ പ്രശംസിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഏറ്റവും അധികം, കാരണം എനിക്ക് അതിൻ്റെതായ എല്ലാ അവകാശങ്ങളും ഉണ്ട്. നമുക്കൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട്. അപ്പൊ അങ്ങനെ അവർക്ക് പ്രശംസിപ്പാൻ കാരണം, അത്രയ്ക്ക് അവർ കാരണം കണ്ടെത്തുകയാണ്, അവരെക്കാൾ പ്രശംസിപ്പാൻ എനിക്കും കാരണമുണ്ട്. നമുക്ക് ഫിലിപ്പർ ലേഖനം ഒന്ന് വായിക്കാം. ഫിലിപ്പർ ലേഖനം 3:4, 5, 6 വാക്യങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യാണല്ലോ. 3:4. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ചു അനിന്ദൻ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ട് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം എണ്ണുന്നു. അപ്പൊ ഇത്രയൊക്കെ തനിക്ക് പ്രശംസിക്കാനുണ്ടായിരുന്നിട്ടും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഛേദമായിരുന്നു. പൗലോസ് ഇപ്പം ഛേദമായിട്ട് എണ്ണിയ, ചവറ് പോലെ എണ്ണിയ കാര്യങ്ങളെ ഓർത്തിട്ട് അവര് പ്രശംസിക്കുന്നത് അല്ലേ? നമുക്കറിയാമല്ലോ, പുൽപ്പറ്റുകളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അവര് പോയ സംഭവങ്ങളെ കുറിച്ചും അവർ മൂലം രോഗശാന്തി വന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശംസിക്കുന്നു. അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയാം, ഞാൻ അതിലൊന്നും പ്രശംസിക്കുന്നില്ല, അവരെക്കാൾ അധികമായി എനിക്ക് പ്രശംസിക്കാം. പക്ഷെ അവരിപ്പം പ്രശംസിക്കുന്ന കാര്യത്തെ എല്ലാം ഞാൻ പണ്ടേ അത് ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ചവറ് എന്ന് എണ്ണിയിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ അതിലൊന്നും പ്രശംസിക്കുന്നില്ല. അവർ എബ്രായരാണോ? അത് ഞാനും അതെ, അവർ ഇസ്രയേലിലോ ഞാനും അതെ. പൗലോസ് പറയാ, എനിക്ക് അവരെക്കാൾ അധികമായിട്ടും ഷുവറായിട്ട് പറയാൻ കഴിയും, ഞാൻ ഇസ്രയേലിലെ സന്തതി തന്നെ ആണ് എന്ന് പറയാനായി കഴിയും. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 23 ഇന്ന് തീർക്കണമെന്നാ വിചാരിക്കുന്നത്. 11-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയം. അവര് ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണോ? ഞാനും അധികം, അവരെക്കാൾ അധികമായി. എനിക്കറിയാം, ഞാൻ ബുദ്ധിഭ്രമമായാണ് സംസാരിക്കുന്നത്, ഒരു ഫോഷനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ശുശ്രൂഷക്കാരോ എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷിൽ പറയുന്ന ഐ ആം മോർ, ഞാൻ അവരിലും അധികമാണ്. അപ്പം നമുക്കറിയാം, ക്രിസ്തുവിന്റെ ദാസൻ എന്നത് വലിയൊരു പദവിയാണ് അല്ലെ? പക്ഷെ അവര് ക്രിസ്തുവിന്റെ ദാസൻ അല്ലാതിരിക്കെ, ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അവര് ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നവരാണ്. ശരിയായ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരല്ല. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായിരുന്നു എങ്കിൽ, ക്രിസ്തുവിന്റെ മക്കളായിരുന്നു എങ്കിൽ, അവിടെ സമാധാനത്തിന്റെ വിത്താണ് അവർ വിതയ്ക്കേണ്ടത് അല്ലേ? കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം, ദൈവത്തിങ്കിലേക്ക് വന്നവർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്, അല്ലാതെ ഇടർച്ച ഉണ്ടാക്കുന്നവരല്ല. കൊരിന്തില് പല വിഭാഗക്കാരായി അല്ലെ? ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാർ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാർ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാർ. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ പക്ഷം പിടിക്കാറില്ല. അവര് ക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കിയാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ നമ്മുടെയും ക്രൂശ് തന്നെയാണ്. താൻ മരിച്ചു എങ്കിൽ ക്രൂശ് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മരണം കൊണ്ട് നടക്കുക എന്നാണ് അർത്ഥം. അപ്പം മരിച്ചവരാരും ജഡത്തിൽ പ്രശംസിക്കാറില്ലല്ലോ. അപ്പൊ അവിടെ ഇടർച്ച ഉണ്ടാകാറില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരേ മനസ്സുള്ളവർ, ഏക അഭിപ്രായമുള്ളവർ, അങ്ങനെയാ എല്ലാത്തിലും ഒരുമിച്ച് യോജിച്ചിരിക്കുന്നവരാവുകൊണ്ട് അവിടെ പ്രശ്നമേ ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ജഡത്തിൽ ഇങ്ങനെ പ്രശംസിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഇപ്പോഴും ജഡികന്മാരല്ലോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ അങ്ങനെ ചെയ്യാറില്ല. ശുശ്രൂഷകൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്ന് പറയുന്നത് ഹംബിൾ സെർവന്റ് എന്ന, ഒരു സേവ ചെയ്യാനായിട്ട് വന്നവൻ, കർത്താവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി. കർത്താവ് പറയുന്ന മനുഷ്യപുത്രനെ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുപ്പാനുമായിട്ട് വന്നേ. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല മനുഷ്യപുത്രനും വന്നേ, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുപ്പാനും മനുഷ്യപുത്രനും വന്നേ. അപ്പൊ ക്രിസ്തുവിന്റെ ആ പാതയെ പിന്തുടരുന്നവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പോസ്തലൻ എന്ന പദവിക്ക് ഘനത്തോടിരിക്കാൻ അധികാരം ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഏറ്റവും
എളിമയോടും നടുക്കത്തോടും ഭയത്തോടും കൂടെ ഇരുന്നു. ഞങ്ങളുടെ ആ വാക്കുകൾ മാനുഷിക ജ്ഞാനം കൊണ്ടായിരുന്നില്ല. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ആ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് തന്ന ആ ജ്ഞാനത്താലാണ് ഞങ്ങൾ പ്രശംസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊരു ശുശ്രൂഷയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. കർത്താവ് എങ്ങനെയായിരുന്നു ആ രീതിയിലാണ് പൗലോസ് പോലും ശുശ്രൂഷ ചെയ്തത്. പക്ഷെ ഇവിടുത്തെ കള്ള അപ്പോസ്തലന്മാർ ചെയ്യുന്ന എന്താ? അവരുടെ പാരമ്പര്യത്തെ കുറിച്ച് അവര് പ്രശംസിക്കുകയും അവരുടെ മേൽ, ഇടവകളുടെ മേൽ അധികാരം നടത്തുന്നവരായിട്ടാണ് ആയിത്തീർന്നത്. അങ്ങനെ ഇടവകളുടെ മേൽ അധികാരം നടത്താൻ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവരില്ലാത്ത അധികാരം ഉപയോഗിക്കുക. ശുശ്രൂഷകന്മാർ എന്ന് പറയുവാനായിട്ട് അവര് ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാർ എന്നവര് ലേബലിൽ അവരാ ടൈറ്റിൽ, എന്താ പറയുക, ടൈറ്റിൽ പ്രീച്ചേഴ്സ് ആയിരുന്നു, ടൈറ്റിൽ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചതുമില്ല, അങ്ങനെ പ്രവർത്തിച്ചതുമില്ല. പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിപ്പാൻ കാരണമുണ്ട്. ഞാൻ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരൻ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു, ഞാൻ അധികം. അവർക്ക് എത്ര പറയാമായിരുന്നു, അതിലേറ്റവും എനിക്ക് പറയാനായിട്ടുണ്ട്. അവര് കള്ളത്തരമാണ് പറഞ്ഞത്. പൗലോസിന് സത്യം പറയാൻ അതിൽ ഏറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനുള്ള കാരണങ്ങളാണ് താഴെ പറയുന്നത്. താഴെ നമുക്കറിയാം കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. കാരണം മറ്റാരിലും അധികമായി ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാന് മറ്റൊരുത്തൻ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല ആദ്യം സുവിശേഷിക്കാനായിട്ട് പോകുന്നേ. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ കാണും, ഗ്രഹിച്ചിട്ടില്ലാത്തവർ കേൾക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ നാമം ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വാസികൾ അവിടെ രൂപപ്പെടുകയും അങ്ങനെ ചെറിയ ചെറിയ ഹൗസ് ചർച്ചസ് അങ്ങനെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അനവധി താനെ മറ്റാരിലും അധികമായി ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അറിയാം, പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ എങ്ങനെയാ പറഞ്ഞേ? എന്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടാ പൗലോസിനെ, അല്ലെ, ദൈവത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. നമ്മളാണെങ്കിൽ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എപ്പോഴേ ഓടിപ്പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ പൗലോസിനെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അവൻ എന്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്നാ പറഞ്ഞല്ലേ. അപ്പൊ ഈ കഷ്ടങ്ങളെ കുറിച്ചൊന്നും പൗലോസിന് വ്യഥയൊന്നുമില്ല. നമ്മള് റോമാലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതിയ റോമാലേഖനത്തിൽ പറയുന്നത്, നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പം പൗലോസിനറിയാൻ തന്റെ ഈ കഷ്ടങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ലോകത്തിലെ ലഘുവായ കഷ്ടങ്ങളെല്ലാം ആ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഇതെല്ലാം ലഘുവായി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ തനിക്ക് അനുഭവിച്ച ഈ കഷ്ടങ്ങളെയൊക്കെ താൻ അത് കാര്യമായിട്ട് എണ്ണുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. കഷ്ടതയുടെ ചരിത്രം പറയാൻ മാത്രമേ പൗലോസിനുള്ളൂ. നമുക്ക് എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ, ഞാൻ ഏറ്റവും അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. തടവ് എല്ലാം പൗലോസിന് കൂടപ്പിറപ്പായിരുന്നല്ലേ, എപ്പോഴും ഉണ്ടായിരുന്ന. കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15 9 മുതലുള്ള വാക്യങ്ങൾ എടുക്കണ്ട, ഞാൻ വായിച്ചു പോകാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനും അല്ല. എങ്കിലും ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. ഞാനിത് പറയുന്നു, അവരെല്ലാവരെക്കാളും മറ്റു അപ്പോസ്തലന്മാരെക്കാളെല്ലാം ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ എന്ന് പറയുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ഇത്രത്തോളം കഷ്ടം അനുഭവിച്ച് വളരെയേറെ അധ്വാനിച്ചെങ്കിലും ഒരിക്കലും താൻ അതിൽ നിന്ന് പിന്മാറുവാൻ ഇടയായി തീർന്നത് തന്നോട് കൂടെയുള്ള
ദൈവത്തിന്റെ കൃപയാണ് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ ഒരു കഷ്ടതയുടെ നടുവിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു ബാലൻസിങ്ങിലാ ദൈവം പൗലോസ് അപ്പോസ്തലനെ നിർത്തിയിരുന്നത്. ഉയർച്ച ഉണ്ടായിരുന്നു, തനിക്ക് ഉയരാമായിരുന്ന എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നിട്ടും അതിന്റെ മധ്യത്തിൽ ഒരു ബാലൻസിൽ പൗലോസ് അപ്പോസ്തലനെ ദൈവം നിർത്തി. നമ്മുടെ റോമലേഖനം അത് വേണമെങ്കിൽ എടുത്തു. റോമലേഖനം 15-ാം അധ്യായം പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവേശുവിൽ ദൈവ സംബന്ധമായി പ്രശംസയുണ്ട്. റോമർ 15-ന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവ സംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് എന്ന് പറഞ്ഞാൽ ജാതികൾ വിശ്വാസത്തിലേക്ക് വരാൻ, ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് വരുവാൻ, ക്രൂശിന്റെ അനുസരണത്തിലേക്ക് വരുവാൻ, ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചല്ലാതെ ഞാൻ മറ്റൊന്നും മിണ്ടുവാൻ തുനിയുന്നില്ല. എന്നിലൂടെ അനേകർ ദൈവത്തിങ്കിലേക്ക് വന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട് പൗലോസിന്റെ ആ റൂമാലിട്ട് ആ ഒരു നിഴൽ പോലും ഉള്ള ഒരു സ്ഥലത്തുകൂടി ആൾക്കാർ പോയാൽ പോലും അവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിച്ച് അവരിലൂടെ പൗലോസിലൂടെ പ്രവർത്തിക്കാനായിട്ട് ഇടയായി തന്നു. പൗലോസ് പറയുന്നത് അത് ഞാനല്ല ചെയ്തത്, ദൈവം വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും പറയുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്യൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷഘോഷണം പൂരിപ്പിക്കുന്നു. യെരൂശലേം മുതൽ ഇല്യൂര്യ ദേശത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കപ്പൽ മാർഗത്തിലോ റോഡ് മാർഗത്തിലോ തനിക്ക് പോകാൻ പറ്റാമായിരുന്ന ആ സ്ഥലമൊക്കെയും താൻ ചുറ്റി സഞ്ചരിച്ച് തനിക്ക്, കാരണം നമുക്ക് ഇപ്പോഴത്തെ കൂട്ട് ഉള്ള സാഹചര്യം ട്രാവൽ ഫെസിലിറ്റീസ് ഒന്നും അവർക്കില്ലായിരുന്നു. കപ്പൽ മാർഗമോ റോഡ് മാർഗമോ മാത്രമേ സഞ്ചരിപ്പാൻ കഴിയുമായിരുന്നുള്ളൂ. അതും കപ്പൽ മാർഗമൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 5-6 മാസം എടുക്കും ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ തനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ആ എന്തെങ്കിലും മാർഗങ്ങളിൽ തനിക്ക് എവിടെയെല്ലാം എത്താമായിരുന്നു ആ സ്ഥലങ്ങളിലെല്ലാം താനെ സുവിശേഷം അറിയിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മള് അടുത്ത വായിക്കുന്ന 20-ാമത്തെ വാക്യം 15-ന്റെ 20, ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിനെ ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കാരണം ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തടത്താണ് സുവിശേഷം അറിയിക്കാനും. നമ്മളിപ്പം കേട്ടവരോട് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടവരോട് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ് അങ്ങനെയല്ല ചെയ്തത്. പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് പോയി സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ, റോമാക്കാരുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക്, ആ പ്രയോഗം ഒന്ന് നോക്കിയേ, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ സ്ഥലമില്ലായകയാലും ഞാൻ ഇനി എല്ലായിടവും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. ഇനി എനിക്ക് പോകാൻ ഇവിടെങ്ങും സ്ഥലമില്ല അല്ലെ. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ എതിരാളികൾ ഇവിടെ എന്നാ ചെയ്യുന്നത്? പൗലോസ് അപ്പോസ്തലൻ പണിത അടിസ്ഥാനത്തിൽ പണിതാനായിട്ട് അവര് വന്നേക്കുന്നതല്ലേ. പക്ഷെ അവര് പണിയാനല്ല വന്നേ, അടിസ്ഥാനം ഇടിച്ചു കളയാനായിട്ട് അവര് വന്നേക്കുന്നതല്ലേ. അപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള സ്ഥലത്തല്ലാതെ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ പോയി ശുശ്രൂഷ ചെയ്തു. ഞാൻ വളരെയധികം അധ്വാനിച്ചു, പക്ഷെ ഞാനല്ലാതെ ചെയ്തത് എന്നോട് കൂടെയുള്ള ദൈവകൃപ ആകുന്നു. അതുപോലെ തന്നെ നമ്മളും ദൈവ കാര്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്ത, അത് പാട്ടാകട്ടെ, അത് വചനം പറയുന്നതാകട്ടെ, അത് ആരെങ്കിലും ശുശ്രൂഷിക്കുന്നതാകട്ടെ, നമ്മൾക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നാം ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. 2 കൊരിന്ത്യർ 4:1 ഇങ്ങനെ പറഞ്ഞു, കരുണ ലഭിച്ചിട്ട് എനിക്ക് ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തെ അറിയുന്നത് തന്നെ കരുണ ലഭിച്ചിട്ടാ. ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനായി എല്ലാവരും പുച്ഛിച്ചു തള്ളുന്ന ഒരു ഒരു പിന്നെ പ്രൊഫഷനാ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരെന്ന് അല്ലെ. പക്ഷെ പൗലോസ് പറയാ, ഇത്രയും ആത്മീയായ, ഇത്രയും ജ്ഞാനമുള്ള പൗലോസ് പറയാ, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് ദൈവം എനിക്ക് എന്ന കൃപയാ. ദൈവത്തിന്റെ കരുണ ലഭിച്ചിട്ട് എനിക്ക് ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ
നമുക്കും പറയാൻ കഴിയുമോ? ഈ ലോകത്തിൽ നേടാൻ കഴിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുക. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആകാശവും ഭൂമിയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളെന്ന് നാം പറയുന്നു അല്ലെ. ധന്യനായ ഏകാധിപതി രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തിയുള്ളവരും കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാത്തവനുമായ ആ നിത്യനായ ഏകാധിപതിയായ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വചനം വായിക്കുമ്പോഴൊക്കെ ഒന്ന് ധ്യാനിച്ചു നോക്കിയേ നമ്മൾ ആരാണെന്ന്. ആ ലോകം മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ച, അതിനെ ഇപ്പോഴും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ മക്കളാകുവാൻ നമുക്ക് കൃപ തന്നു. ധന്യനായ ഏകാധിപതിയുടെ നിത്യനായ രാജാവിന്റെ മക്കളാകുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഈ ലോകത്തിൽ മാനങ്ങളൊന്നും വേണ്ട, അത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ലേ. പക്ഷെ കർത്താവിന്റെ മക്കളെന്ന പദവി അന്ത്യത്തോളം നിത്യതയോളം നിലക്ക്, അതിൽ വലുതൊന്നും നമുക്ക് വേണ്ട. അതാണ് ദൈവത്തിന്റെ ശുശ്രൂഷകർ. അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ലജ്ജകളും ഒക്കെ ഏറ്റിട്ടും അവര് പിന്നെയും മുന്നോട്ട് പോകുന്നതിന് കാരണം നിത്യമായ ആ ഒരു സ്വർഗീയ തേജസ്സിനെ കാത്തിരിക്കുന്നവരാണ് അവരെ. അതുകൊണ്ട് ഇവിടുത്തെ ലജ്ജയൊക്കെ സാരമില്ല അല്ലെ. ഇവിടുത്തെ ലജ്ജയൊക്കെ അതൊക്കെ പോകുന്നതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ലജ്ജിക്കാനായിട്ട് ഇടയായി തീരരുത്. കാരണം നമുക്ക് വേണ്ടി ദൈവം ഒന്ന് മുന്നൊരുക്കി വച്ചിരിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, കർത്താവിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങളുണ്ട്, അതിലൊക്കെ ഉപരിയായി ദൈവം നമുക്ക് തന്ന ജീവൻ, ആ നിത്യജീവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്ന. എങ്ങനെയാ രക്ഷയ്ക്കായി നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ടാണോ നമുക്ക് രക്ഷ വരുന്നത്? അല്ല, നമ്മൾക്ക് ലഭിച്ച, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ച രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണെന്ന് ഈ ലോകം കാണണം. നമ്മളുടെ വാക്കുകളാലല്ല, അവര് വാക്ചാതുര്യം ഉപയോഗിച്ചു, കൗശല പ്രവൃത്തികൾ ഉപയോഗിച്ചു, കൗശല വാക്കുകൾ ഉപയോഗിച്ചു, അവർ തന്നെത്താൻ പ്രശംസിപ്പാൻ ആഗ്രഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയൊന്നും ചെയ്തില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാനൊരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ശുശ്രൂഷിയെന്ന് നിങ്ങൾ അറിയുന്നല്ലോ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ മാതൃകയാക്കാന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ വാക്കുകളിലല്ല, തന്റെ പ്രവൃത്തിയാൽ അത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ നമുക്ക് ബാക്കി പോകാം. അപ്പൊ അനേകം തവണ തടവിലായി, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടിയും തടവും മാത്രമേ ഉള്ളായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തില് പറയാനായിട്ട്, കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത്. പറയാൻ എത്ര ഉണ്ടല്ലേ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 22, 23, 24 വാക്യങ്ങൾ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. പുരുഷാരവും അവരുടെ നേരെ അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 22, 23, 24. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചെറിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. പൗലോസിനെയും കൂട്ടരെയും അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ ഏൽപ്പിച്ചു. അവരുടെ കാൽ 24-ന്റെ അവസാനം അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. ഇത്രയെ അടിപ്പിച്ചത് മാത്രമല്ല, അവരെ തടവിലാക്കി, എന്നിട്ട് കാൽ ആമത്തിലിട്ട് പൂട്ടി, എന്ന് ചലിക്കാൻ പോലും കഴിയാത്ത പോലെ ആയിരുന്നു. എന്നിട്ട് പറയുന്നു, പലപ്പോഴും പ്രാണഭയത്തിലായി. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ വായിച്ചുള്ളതാണ്, ഞാൻ വായിച്ചു പോകാം. കാരണം മരിക്കുമോ എന്ന് സംശയിക്കുന്ന രീതിയിൽ പോലുമായ അവസ്ഥകൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞ അനുഭവങ്ങളും പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 19 ലുസ്ത്രയിൽ വെച്ചുണ്ടായ സംഭവമാണ്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി, ജാതികളല്ല, യഹൂദന്മാർ വന്നുകൂടി. സ്വന്തം സഹോദരന്മാരെന്നുള്ള ആപത്ത പൗലോസിന് കൂടുതൽ ഉണ്ടായിരുന്നത്. യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ച് കളഞ്ഞു. മരിച്ചെന്ന് വിചാരിച്ചു, ഇനി ജീവിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇഴച്ച് കളഞ്ഞു. നമുക്ക്
2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 1-8. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറെ ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഈ ലോകത്തിലെ ഈ വലിയ ദുഃഖങ്ങളൊക്കെ ചെറിയതെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നരുത്. അത്ര മരണകരമായ എന്തോ അനുഭവമാണ് അവിടെ പറയുന്നു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരിക്കുമെന്ന് അനുഭവത്തിലായ അനുഭവം വരെ. ഇതെല്ലാം അസുഖം കൊണ്ടോ രോഗം കൊണ്ടോ മറ്റ് തന്റെ പ്രവൃത്തികൾ കൊണ്ടോ ഉണ്ടായതല്ല. ഇതെല്ലാം ഉണ്ടായത് എങ്ങനെയാ? ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിച്ചതിനാൽ ഉണ്ടായതാണ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. മരണത്തെ കണ്ടിട്ടും ഒരു മരണത്തിന് രക്ഷപ്പെട്ട് മറ്റേ മരണം അല്ലെ അടുത്ത പ്രാവശ്യം വരുന്നതിന് ഓടിപ്പോകുകയല്ല പൗലോസ് അപ്പോസ്തലൻ ചെയ്ത ഒരു നിശ്ചയമാണ്. ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും. പുതിയ നിയമ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാർക്കും മാത്രം ആയിരുന്നില്ല ഇങ്ങനെയുള്ള അനുഭവം. നമ്മുടെ പഴയ നിയമ വിശുദ്ധന്മാരും ഇങ്ങനെ തന്നെയായിരുന്നു. ഇയ്യോബിന്റെ ചരിത്രവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവസാനം ഞാൻ പൊടിമേൽ നിൽക്കും, അവനെ ദേഹസഹിതനായി എന്റെ ശരീരം ഇങ്ങനെ അങ്ങ് പുഴു അരിച്ചു പോയെന്ന് പറഞ്ഞാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണുമെന്ന് ഇയ്യോബ് പറഞ്ഞു. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം അറിഞ്ഞവരൊന്നും അല്ല അവര്. എന്നിട്ടും അവരങ്ങനെ പറയാനായിട്ട് ഇടയായിരുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമുക്ക് ആശ ഉണ്ടായിട്ട് പോലും വിശ്വസിക്കില്ല. അവർക്ക് ആശയില്ലാഞ്ഞിട്ട് തന്നെ ആശയോടെ വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം എങ്ങനെ ഇതിനെല്ലാം കാരണം ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ചു. കാരണം ഞങ്ങളെ വിടുവിച്ച ദൈവം ഈ പ്രാവശ്യം വിടുവിച്ചു, ഇനി മേലാലും വിടുവിക്കും. ഏത് ആപത്തിൽ നിന്നും വന്നാലും ഞങ്ങളെ വിടുവിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലന് പൂർണ്ണമായ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. യഹൂദന്മാർ 24. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ട്, ഒന്ന് കുറെ 39 അടി 5 പ്രാവശ്യം കൊണ്ട്. വെറുതെയുള്ള അടിയൊന്നും അല്ല, അത് നല്ല ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ഈ ഒന്ന് കുറെ 40 അടി എന്ന് പറയുമ്പോൾ നമുക്ക് ആവർത്തന പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ന്യായപ്രമാണത്തില് യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന പ്രമാണമാണ്. കുറ്റകൃത്യം ചെയ്യുന്നവര് അങ്ങനെ ദൈവദൂഷണം പറയുന്നവരങ്ങനെ ഭയങ്കര കുറ്റങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയായിരുന്നു. എന്ന് വായിക്കാം ആവർത്തന പുസ്തകം 25:3. അവരെ 40 അടി അടുപ്പിക്കാൻ, ന്യായപ്രമാണ പ്രകാരം 40 അടി അടുപ്പിക്കാനായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. ആവർത്തനം 25:3. 40 അടി അടുപ്പിക്കാം, അതിൽ കവിയരുത്. കവിഞ്ഞ് അടിപ്പിച്ചാൽ സഹോദരൻ നിന്റെ കണ്ണിന് നിന്ദിയായി തീർന്നേക്കാം. എന്തിനാ അവര് 40 അടി അടുപ്പിച്ച് നിർത്താനായിട്ട് ദൈവം അങ്ങനെ പറഞ്ഞത്? കാരണം അടിയുടെ നമ്പർ ഒന്നും പറഞ്ഞില്ലായിരുന്നേ അവര് വേണമെങ്കിൽ 100 വരെ അടിച്ച് കൊല്ലുന്ന രീതിയിലായി തീരുക. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ ദൈവം ഇങ്ങനെ അടികളുടെ എണ്ണമൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നത്. പക്ഷെ ന്യായപ്രമാണം അതുപോലെ അനുസരിക്കാൻ പുള്ളി വിടാതെ അനുസരിക്കുന്ന യഹൂദന്മാരും അവരുടെ റബ്ബിമാരൊക്കെ ചെയ്ത് എന്തെന്ന് വെച്ചാൽ 40 അടി അടിക്കത്തില്ല, അവര് 39 അടിച്ച് നിർത്തും. എന്തുകൊണ്ടാ? കാരണം അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൂടിപ്പോയാൽ അവർ ന്യായപ്രമാണം ലംഘിച്ചില്ല. അറിയാതെയെങ്കിലും ഒരടി കൂടുതലായി പോയാൽ അവർ ന്യായപ്രമാണം ലംഘിച്ചു. അതുകൊണ്ട് അവരെന്തോ ചെയ്യുന്നത്? 39 അടി അടുപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു പ്രാവശ്യം 39 അടി അടിച്ചാൽ അവർ 40 അടിച്ചില്ലല്ലോ. അടുത്ത പ്രാവശ്യം അവർക്ക് പിന്നെയും അവരെ അടിക്കാം. അതുകൊണ്ടാണ് അവർ 39 അടിച്ചത്. 40 ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് മേളിൽ അടിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അവര് ഒരു കാര്യം അവർക്ക് പിന്നെയും അടിക്കാൻ പല പ്രാവശ്യമായിട്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും അവർക്ക് പിശക് വരുത്താനായിട്ട് ഇടയാകില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് അത് തെറ്റിപ്പോകാനായിട്ട് ഇടയാ. ന്യായപ്രകൃത്യം ആചരിക്കുന്നവരല്ല പരീക്ഷന്മാര്. കാരണം മുടിനാരിയുടെ വലിച്ചു കീറിയിട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് പോലെ അവർക്ക് തെറ്റ് വരുവാനായിട്ട് ഇടയത്, ലംഘിക്കാനായിട്ട് ഇടയായി തീരരുത്. അതുകൊണ്ട് അവരെ 39 അടി അടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പം
ആ ന്യായപ്രമാണത്തിന്റെ ആചരിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടി അത് 39 യഹൂദന്മാരാ ഞാൻ ഒന്ന് കുറെ 40 അടി 5 തവണ കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ക്രൂരമായ ഒരു മർദ്ദന മുറയായിരുന്നു ഈ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന് 2 കൈയും എന്തെങ്കിലും ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് നീളമുള്ള ചാട്ടവാറ് കൊണ്ട് വസ്ത്രമെല്ലാം നീക്കിയിട്ട്, കാരണം വസ്ത്രം നീക്കി ചാട്ടവാറ് കൊണ്ട് അടിക്കുക, അതിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കുപ്പി കഷ്ണങ്ങളും എല്ലുകളും ഒക്കെ കെട്ടി ഒരടി അടിക്കുമ്പോൾ അതിനോട് കൂടെ അറ്റത്തെ അതിന്റെ അഗ്രത്തിൽ ചെന്ന ആ എല്ല് കഷ്ണങ്ങളൊക്കെ ആ വസ്ത്രം നീക്കിയ ശരീരമാണ്. അപ്പൊ ആ തോലോട് കൂടി അത് ആ മാംസം കൂടെ വരിഞ്ഞു തിരിച്ചു വരുന്ന ഒരവസ്ഥയിലായി തന്നെ അങ്ങനെയുള്ള അടിയാണ് കർത്താവിനെ അടിച്ചത്. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ അടിച്ചു പൗലോസ് 5 തവണ ഇങ്ങനെ അടി യഹൂദന്മാരാൽ സ്വന്തം ജനത്താൽ അടിക്കപ്പെട്ടു. അപ്പൊ ആ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ കഷ്ടങ്ങളിലായിട്ടും തന്റെ ഈ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചൊന്നും നമ്മൾ നോക്കിയ വേറെ ഏതൊരു ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കൊരിന്ത ലേഖനത്തിൽ മാത്രം താൻ പറയുവാനായിട്ട് ആ സാഹചര്യം കൊരിന്തർ തന്നെ ഉണ്ടാക്കിക്കൂടെ, നിർബന്ധവശാൽ തനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം കർത്താവ് തന്നെ സുവിശേഷം അറിയിക്കാനായിട്ട് തന്റെ അപ്പോസ്തലന്മാർ താൻ തിരഞ്ഞെടുത്തവരെ അയച്ചപ്പോ കർത്താവ് പറഞ്ഞ ഇങ്ങനെ, മത്തായി സുവിശേഷം 10:17-18 വായിച്ചു വിടാം. മത്തായി സുവിശേഷം 10:17-18 മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടിവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനായിട്ടാണ് അവരെ അയച്ചത്. അവര് അതുപോലെ കഷ്ടം സഹിക്കേണ്ടി വരും. അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തരും. പൗലോസിനെ അടുപ്പിച്ച് തടവറയിലാക്കിയെങ്കിലും പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നുണ്ട്, കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സന്തോഷത്തോടെ അവിടെ കാരാഗൃഹത്തിൽ ആയിരുന്നില്ല. പക്ഷെ താൻ തടവറയിലായിരുന്നിട്ടും താൻ കൈകാലുകൾ ആമത്തിൽ പൂട്ടിയിട്ടിട്ടും തന്നെ ശുശ്രൂഷിക്കാൻ വരുന്ന പടയാളികളോട് സുവിശേഷം അറിയിക്കുകയും അനേകർ അവിടെ ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്തു, ക്രിസ്തു ഭക്തരായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞ് കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്ന് പറയാനായിട്ട് ഇടയായി തന്നെ. താൻ ഏത് സാഹചര്യത്തിലായിരുന്നോ ഇവിടെ അതുകൊണ്ട് നമ്മൾ വായിച്ചെങ്ങനെ, എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും, അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് കൊണ്ടല്ലേ കൈസരുടെ അരമനയിലുള്ളവരും ദൈവവചനം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നെ. അഗ്രിപ്പാവിന്റെ മുമ്പിലും ബർണിക്കയുടെ മുമ്പിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം അവരോട് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അഗ്രിപ്പാവ് ഇങ്ങനെ പറയുന്നു, പൗലോസ് നീ അല്പം കൊണ്ടോ അധികം കൊണ്ടോ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. പൗലോസ് പറയുന്നു, എന്റെ ഞാൻ ഇട്ടിരിക്കുന്ന ചങ്ങല ഒഴികെ മറ്റെല്ലാവരും ക്രിസ്ത്യാനിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ചങ്ങല ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിച്ച പൗലോസിനെയാണ് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ താൻ തയ്യാറായിട്ട് നിന്നു. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം താൻ ഇങ്ങനെ കഷ്ടമൊക്കെ അനുഭവിച്ചത് അനേക ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നു. പൗലോസ് ജാതികളുടെ ഇടയിലേക്ക് പൗലോസിനെ ശുശ്രൂഷയ്ക്കായി അയച്ചത്. അനേകം ജാതികളും രാജാക്കന്മാർ, ഞാൻ നിങ്ങളുടെ ജാതിയുടെയും രാജാക്കന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞ ജാതികളുടെയും രാജാക്കന്മാരുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിക്കാൻ, തടവിലാണെങ്കിലും കയ്യാമം ഉണ്ടെങ്കിലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ഇരുന്നാലും പൗലോസ് ദൈവത്തിന്റെ പറയാനായിട്ട് ഇടയായി തീർന്നു. 25-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 25-ാമത്തെ വാക്യം. ഓക്കെ. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. നമ്മൾ വായിച്ചല്ലോ അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 22-23-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറുകൊണ്ടു. അത് നമ്മൾ വായിച്ചത് ലുസ്ത്രയിൽ വെച്ച് കല്ലേറ് കൊണ്ടിട്ട് അപ്പോസ്തല പ്രവൃത്തി 14-19 വായിച്ചതേ ഉള്ളൂ. അവിടെ മരിച്ചു എന്ന വിധത്തിലായിട്ട് പട്ടണത്തിൽ പുറത്താക്കി നമ്മൾ കാണുന്നു. എന്നിട്ട് അവിടെ പറയുന്നു, ഒരിക്കൽ കല്ലേറ് കൊണ്ട് 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. കോലാൽ അടി കൊണ്ടു, കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു.
നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പൗലോസ് അപ്പോസ്തലൻ അനേകം കപ്പൽ യാത്രകൾ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 18 കപ്പൽ യാത്രകളോളം പൗലോസ് അപ്പോസ്തലൻ ചെയ്തതായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ കാണുവാനായിട്ട് കഴിയണ്ടേ. അപ്പം നമ്മള് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലെ റോമിലേക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ, തടവിൽ ആയി കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ ഒരു വലിയ കപ്പൽ ഛേദത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ സംഭവത്തിന് ശേഷമാണ്. നമുക്കതൊന്ന് വായിക്കാം. അത് നമ്മൾക്ക് സാക്ഷ്യത്തിനായി ദൈവവചനം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയത്തില്ല, നമ്മൾ ഇത്രയും സേഫ് ആയിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്രത്തോളം സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മള് കടലിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാവിഗേറ്റേഴ്സും എല്ലാ GPS എല്ലാം ഉപയോഗിച്ചുകൊണ്ടാ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത്ര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനെ GPS അങ്ങനെ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അവർ യാത്ര ചെയ്തപ്പോൾ അവർക്ക് കാറ്റ് അറിയത്തില്ല, കാറ്റ് വരുന്ന അറിയത്തില്ല, പ്രകൃതിയുടെ വ്യതിചലനങ്ങൾ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അനേകം ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകണം. നമുക്ക് ആ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം. 27-10 മുതലുള്ള വാക്യങ്ങൾ. കാരണം അവർ വേറൊരു തുറമുഖത്ത് ചെല്ലുകയും അവർ മുഴുവൻ മരിച്ചു പോകും എന്നൊരവസ്ഥയിൽ എത്തിയ ഒരു അവസരം ഉണ്ടായി. 14 ദിവസം സൂര്യനെ കാണാതെ ഇരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ടും പൗലോസ് അപ്പോസ്തലൻ വാക്ക് കേട്ട് അവരെ അവിടെ നിന്ന് കപ്പലെടുത്ത് വരികയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് വായിക്കാം. 27-10. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. അന്നം പറഞ്ഞില്ല, 18 തവണ പറഞ്ഞ കപ്പൽ യാത്രകളുണ്ട്, അതിൽ എഴുതപ്പെടാത്ത എത്രയോ കപ്പൽ യാത്രകളുണ്ട്. അങ്ങനെയൊക്കെ യാത്രകൾ പോയ പൗലോസിന് അറിയാം എങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അപ്പം പറയുകയാണ്, നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. 20-ാമത്തെ വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെ അറ്റുപോയി. ഈ ഞങ്ങൾ എന്ന് പറയുന്ന ആരാ? ലൂക്കോസ് എഴുതിയതാരാ? ലൂക്കോസും പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടും ഇരിക്കുക ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. നമ്മൾ പൗലോസിനെ കുറിച്ച് പറയുന്ന ലൂക്കോസും ഒക്കെ ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇത്ര നമുക്കൊരു സാക്ഷ്യത്തിന് നമുക്കറിയേണ്ട ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമേ ഉള്ളൂ. ഒരു കഷ്ടം മാത്രം. ഇതുപോലെ എത്ര കപ്പൽ ഛേദത്തിൽ 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ട്, എത്ര ദിവസം സൂര്യനെ കാണാതിരുന്ന് അങ്ങനെ ഒരു അനുഭവത്തിൽ ഉണ്ടായി. ജീവിച്ചിരിക്കുമോ എന്ന് ഒരവസ്ഥ, ഭയപ്പെട്ട അവസ്ഥ ഉണ്ടായി. അവിടുന്ന് ദൈവത്തിന്റെ ദർശനത്താൽ പൗലോസിനെ ദൈവം ധൈര്യമാക്കുകയും പൗലോസ് തന്റെ ധൈര്യത്താല് മറ്റുള്ളവരെ, ആ വിശ്വാസത്താല് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി അവരെല്ലാവരും രക്ഷപ്പെടുകയും അവർ മെലീത്ത ദ്വീപിൽ ചെന്നെത്തുകയും അവിടെ നിന്ന് പിന്നെ പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട്, റൂമിലേക്ക് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇത് പൗലോസ് ഈ കൊരിന്ത്യർ ലേഖനമൊക്കെ എഴുതുന്നതിന് മുമ്പേ ഉള്ള കാര്യം. പക്ഷെ നമ്മളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അനേക കഷ്ടങ്ങളുടെ പൗലോസ് കടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് പൗലോസ് മാത്രമല്ല, പൗലോസിനോട് കൂടെ യാത്ര ചെയ്തവരും അതുപോലെ തന്നെ പൗലോസിന് ശേഷം അനേകം നമ്മള് ഇന്ത്യയിലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്ന്, മിഷണറിമാരൊക്കെ വന്ന് നമുക്ക് സുവിശേഷം അറിയിച്ചിട്ടല്ലേ നമ്മളൊക്കെ ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നേ. അവർക്ക് വന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് അവർ ഫ്ലൈറ്റ് പോലും ഒന്നും അല്ല വന്നേ. അവരും മാസങ്ങളോളം ആഴ്ചകളോളം സഞ്ചരിച്ചാണ് ഇവിടെയൊക്കെ എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നേ. എത്രയോ മിഷണറിമാർ വന്നിട്ട് അവരുടെ ഫാമിലി നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പട്ടിണിയും പരിതാപവും അന്നത്തെ കാലത്ത് കൊളറ മുതലായ രോഗങ്ങളൊക്കെ ബാധിച്ച് അനേകർ മരണത്തിന് അടിമ
മരണത്തിനിരയായി പോയി. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തന്നെത്താൻ ആരും ഒരു സഹായത്തിനില്ല തന്നെത്താൻ കുഴിവെട്ടി കുഴിച്ചിടേണ്ട അവസ്ഥ വരെ മിഷണറിമാർക്ക് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ സുവിശേഷത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മള് സേഫ് ആയിട്ടിരുന്ന് വചനം പഠിക്കുന്നത്, അല്ലേ? അപ്പൊ അവർക്കൊക്കെ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങനെയുള്ള അവസ്ഥകൾ കടന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ സേഫ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും സേഫ് സോൺ അല്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് അപകടങ്ങളും അനർത്ഥങ്ങളും വരാം. കാരണം ലോകം അതിന്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, ഇത്രയും ബൈബിൾ എന്തിനാ വായിക്കുന്നത് ചോദിച്ചാൽ പറയും, ഇനി കുറച്ച് നാൾ ബൈബിൾ കിട്ടിയില്ലെങ്കിലോ എന്ന്, അതുകൊണ്ട് ഉള്ള ബൈബിളൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെന്ന് വെച്ചാൽ പറഞ്ഞത്. എങ്കിൽ തന്നെയും നമ്മള് ബൈബിളൊക്കെ വാങ്ങിച്ച് കയ്യിലൊക്കെ വെക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ബൈബിളൊന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണങ്ങളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒത്തിരിയും തവണ യാത്ര ചെയ്തു. സമുദ്രത്തിലെ ആപത്ത്, കള്ളന്മാര് കവർച്ച ചെയ്തിട്ടുണ്ട്, സ്വജനത്താലുള്ള ആപത്ത്, അതാ ഏറ്റവും വലുത്, യഹൂദന്മാരുള്ള ആപത്ത്. ഇപ്പോഴും കൊരിന്ത്യയിൽ നടക്കുന്ന എങ്ങനെയാ? കള്ള സഹോദരന്മാരല്ലേ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കടലിലെ ആപത്ത്, അങ്ങനെ എല്ലാ ആപത്തുകളും ഉണ്ടായി. ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ പോകാം. പൗലോസ് അപ്പോസ്തലൻ 2 തീമോഥെയോസ് തന്റെ അവസാന ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട്. വായിക്കാം. 2 തീമോഥെയോസ് 4:14 അവസാനത്തെ അധ്യായം. ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ 4:14 ചെമ്പു പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികൾക്കും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഒരനുഭവം. സിംഹം എന്ന് പറയുന്നത് സാക്ഷാൽ സിംഹമൊന്നും അല്ല, ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ രക്ഷ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മുമ്പോട്ട് പോകാം. 27-28 ഒരുമിച്ച് വായിക്കാം. അധ്വാനം, ക്രിസ്തുവിന് വേണ്ടിയുള്ള അധ്വാനം, പ്രയാസം, ഇതെല്ലാം പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ പറയപ്പെടാത്ത എത്രയോ പ്രയാസങ്ങളുണ്ട്. പലവട്ട ഉറക്കളപ്പ്, ഈ യാത്രയിലൊക്കെ പോകുമ്പം കാറ്റൊക്കെ അടിച്ച് ഒക്കെ പോകുമ്പം പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ അവസ്ഥയിൽ ഉറങ്ങാൻ കഴിയുമോ? അല്ലെ? രാവും പകലും ഞാൻ അധ്വാനിച്ചു, വേല ചെയ്തു, എന്റെ കൈകൊണ്ട് അധ്വാനിച്ചു എന്നൊക്കെ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പം പകല് ജോലി ചെയ്തുകൊണ്ടും രാത്രിയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടും എത്ര മണിക്കൂർ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടല്ലേ? അങ്ങനെ ഉറക്കളപ്പ്, പൈതാഹം, വെള്ളം കിട്ടി കാണത്തില്ല, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. ശീതം തന്റെ അവസാന ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, തുറന്നു അവിടെ പിന്നെ തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഞാന് മറന്നുപോയി. ഓക്കെ, അവൻ പക്കൽ വെച്ചിരിക്കുന്ന ആ ലിഖിതങ്ങളും അതുപോലെ തന്നെ എന്റെ പുതപ്പ് എടുത്തോണ്ട് വരിക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കാരാഗൃഹത്തിൽ തണുപ്പിന്റെ അവസ്ഥയിലായിരുന്നപ്പം പറയാം, എന്റെ പുതപ്പ് കൂടെ എടുത്തോണ്ട് വരാൻ. നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന അത് പൗലോസിനെ കിട്ടിയിട്ടില്ല. പൗലോസിനെ കിട്ടിയിട്ടില്ല. തീമോഥെയോസ് വരുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പേ പൗലോസ് മരണപ്പെടുകയാണ് ചെയ്തത്. നമുക്ക് ചരിത്രങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം കഷ്ടങ്ങൾ, ശീതം, നഗ്നത എന്നീ ആ സാധാരണ 1ഉം 2ഉം തുണി കൊണ്ട് ഡ്രസ്സ് കൊണ്ടൊക്കെ ആയിരിക്കും പൗലോസ് അപ്പോസ്തലനൊക്കെ പോകുന്നത്. വെള്ളത്തിൽ പോയി നനഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊന്ന് മാറി കൊടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ, അല്ലെ? അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെയൊക്കെ അവര് കടന്നു പോയിട്ടുണ്ട്. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്നുള്ള തിരക്ക്. ഇതിനെക്കുറിച്ച് ഈ അസാധാരണ സംഭവങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചു. പക്ഷെ നമ്മൾ ഏറ്റവും അധികമായിട്ട് ഇതിനെ കാണുന്നത്, എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. എന്താ ആ ചിന്താഭാരം? ഇപ്പം പൗലോസ് എന്തുകൊണ്ടാ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത്? സഭകളെ കുറിച്ചുള്ള ചിന്താഭാരമല്ലേ? പോൾസ് അപ്പോസ്റ്റൽസ് കൊരിന്ത്യരെ കടന്ന് വന്ന് പൗലോസ് പഠിപ്പിച്ച സുവിശേഷത്തിനെതിരായി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ
ആ പൗലോസിന് വന്ന ആ ഒരു ചിന്താഭാരം, പൗലോസ് ഇത്രത്തോളം നമ്മൾ ഈ വായിച്ചതെല്ലാം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കുക. അന്ന് സഭകൾ സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്ന അത് ചെറിയ ചെറിയ സഭകളായിരുന്നു. പക്ഷെ അതൊന്നും നല്ല പ്രയാസമുള്ള കാര്യമായിരുന്നു. അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സഭകൾ ഉണ്ടാകുകയും പിന്നെ ഒന്നാമത്തെ മിഷണറി യാത്ര, മൂന്ന് മിഷണറി യാത്ര ചെയ്തു. ഒന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞിട്ട് 2-3 മിഷണറി യാത്രകൾ അവിടെ താൻ പോയ സ്ഥലങ്ങളിലൊക്കെയും പിന്നെയും പോയി. സഹോദരൻ, അന്ന് നമ്മൾക്കുള്ളതുപോലെ വചനമൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. അവരെ വീണ്ടും വീണ്ടും വചനത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി അനേകം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ജനത്തെ ബലപ്പെടുത്തിയെങ്കിലും നമ്മൾ പിന്നെ കാണുന്ന കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലൊക്കെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തം അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തെസ്സലോനിക്ക സഭയിലും അങ്ങനെ ഉണ്ടായി, എങ്കിലും അവരതിന് വഴിപ്പെട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അത് വെറുതെ പൗലോസ് അപ്പോസ്തലൻ ചുമ്മാതെ ഇപ്പോഴത്തെ പാട്ടുകാരൊക്കെ എഴുതുന്നത് പോലെ എനിക്ക് അവന് ഒരു ചന്തത്തിന് ഒരു പാട്ട് എഴുതാന്നല്ല, അങ്ങനെയൊന്നും അല്ല. അന്നത്തെ ആൾക്കാരൊക്കെ, വിശുദ്ധന്മാരൊക്കെ പാട്ട് എഴുതുകയും ലേഖനം എഴുതിയൊക്കെ അതെല്ലാം ഒരു എന്താ പറയുന്നത് ഇൻസിഡന്റ്, അവരുടെ ഒക്കേഷണൽ ആയിട്ടായിരുന്നു അവർ ലേഖനങ്ങൾ എഴുതിയത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം എഴുതാനായിട്ട് കാരണം എന്താണ്? അവിടെ കള്ള സഹോദരന്മാർ ഉണ്ടായി. ഗലാത്യ ലേഖനം അങ്ങനെ എഴുതാനാണ് കാരണം. എബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണെന്ന് ആയിരിക്കാം അന്ന് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ആ ലേഖനങ്ങളൊക്കെ എഴുതിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ആ ഒക്കേഷൻ അനുസരിച്ച് അവരെ എഴുതിയതാണ്. അല്ലാതെ അവര് കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് ചിന്തയിൽ വന്നപ്പോൾ അവരെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ് ഇതൊക്കെയും. അതുകൊണ്ട് പൗലോസ് ചിന്താഭാരം, ആ സഭകളെ കുറിച്ച് അവർ വീണ്ടും ദൈവത്തിൽ നിന്ന് തിരിച്ചു പോകുമോ എന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 11-ന്റെ 2-3 വായിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4-ാമത്തെ വാക്യം, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും കൈക്കൊള്ളുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. ഇത് കൊരിന്ത്യ സഭയുടെ കാര്യം. തെസ്സലോനിക്ക സഭയിലെ കാര്യം പറയാം. 1 തെസ്സലോനിക്കർ 3-ന്റെ 1-2 വാക്യം ഞാൻ വായിക്കാം. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടത് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരൻ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ദൈവത്തിന്റെ സുവിശേഷകനുമായ തീമോഥെയോസിനെ അയച്ചു. അവരും തെസ്സലോനിക്കയിലെ ആൾക്കാരും അവിടെ പ്രശ്നം അനുഭവിച്ചപ്പോൾ പൗലോസ് അഥേനയിൽ വെച്ച് തനിക്ക് ബുദ്ധിമുട്ടുള്ള അനുഭവമായിരുന്നിട്ടും തന്റെ ആരോഗ്യസ്ഥിതിയോ തന്റെ ആ സാഹചര്യമോ നോക്കാതെ ആ തെസ്സലോനിക്കക്കാരെ കുറിച്ച്, ആ തെസ്സലോനിക്ക സഭയെ കുറിച്ചുള്ള മനോവ്യസനം, ചിന്താഭാരം കാരണം ദൈവത്തിന്റെ ശുശ്രൂഷകനായ, തന്റെ സഹശുശ്രൂഷകനായ തീമോഥെയോസിനെ അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ പല സഭകളെ കുറിച്ചും ചിന്താഭാരം ഉണ്ടായിട്ട് താൻ അനേകരെ മർക്കോസിനെ അയക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ തീത്തോസിനെ അയക്കുന്നുണ്ട്. കൊരിന്ത്യ സഭയിൽ 2 പ്രാവശ്യം തീത്തോസിനെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ പൗലോസ് അപ്പോസ്തലൻ അയക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതെല്ലാം താൻ എന്തിനു വേണ്ടിയാ ചെയ്തത്? ക്രിസ്തുവിന്റെ ക്രൂശിന് വേണ്ടി കഷ്ടം സഹിപ്പാനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ ആ നിത്യ തേജസ്സിന്റെ ഘനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് ഞാൻ ഒന്ന് വായിച്ചു വിടാം. നമ്മളുടെയൊക്കെ ഒരു ഉറപ്പിനായിട്ട് നാം വായിക്കാം. 2 കൊരിന്ത്യർ 4:16 നമ്മൾ വായിച്ച വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യർ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കെട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നവ താൽക്കാലികം, കാണാത്തത് നിത്യം. ആ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തുവാ കാണുന്നത്? മുന്നിൽ പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലെ? ആ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ കാണാത്തതിനെയാ ഞങ്ങള്
നോക്കുന്നത്. കാരണം ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാക്കുന്നത്. ഞങ്ങളെ മുമ്പുള്ള ഞങ്ങളെ പ്രശ്നങ്ങളെ നോക്കിയാൽ ഞങ്ങൾക്ക് ആ മറ്റേത് കിട്ടുവാനായിട്ട് ആ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ അവനോടുകൂടെ തേജസ്കരിക്കാനായിട്ടൊക്കെ തുടർന്ന് എഴുതിയ പൗലോസ് തന്നെയാണ് പറയുന്നത്. താൻ എഴുതിയത് താൻ എഴുതുന്നത് താൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ആ കാണുന്നത് കാര്യങ്ങൾ താൽക്കാലികമാണ്, കാണാത്തോ നിത്യം. ഗലാത്യർ 2:20 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്രേ ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം മാതൃക പൗലോസിന്റെ മാതൃക കർത്താവാണ് അല്ലെ. കർത്താവ് എങ്ങനെയാ ചെയ്തത്? ഫിലിപ്പിയർ 2:5 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് വിടാം. എടുക്കണമെന്ന് നിർബന്ധമില്ല. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആ കാണിച്ച പൗലോസ ആ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി കുശല മരണത്തോളം മനസ്സമുള്ളവനായി തീർന്നു. 2:9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സർവ്വനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു എന്ന് കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. 12 വാക്യം മുമ്പേ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മോടും പറയുക, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. നമ്മൾക്കും അത് തന്നെ പറയണം. നമ്മുടെ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. നമ്മളെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ ക്രിസ്തുവിന്റെ മാതൃക തന്നെ പിന്തുടരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി 2-3 വാക്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. 29 വാക്യം 11:29. ആർ ബലഹീനായിട്ട് ഞാൻ ബലഹീനാകാതെ ഇരിക്കുന്നു, ആരിടറിപ്പോയിട്ട് ഞാൻ എഴുതാതെ ഇരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ആ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന ആ ഭാഗത്തോട് ചേർത്ത് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് ആ ബലഹീന വിശ്വാസികളെ കുറിച്ചുള്ള ഒരു വിഷമുണ്ട്. ആ ബലഹീനരായിട്ട് ഞാൻ അവര് ബലഹീനരായിരിക്കുമ്പോൾ ഞാനും ബലഹീനരാ. അവര് കഷ്ടത്തിൽ കഴിയുമ്പോൾ ഞാനും കഷ്ടം അനുഭവിക്കുകയാണ്. അവര് അഴലുമ്പോൾ അവരിടറുമ്പോൾ എൻ്റെ മനസ്സും ഇടറുകയാണ്. ഞാൻ അവരോടുകൂടെ ഇടറുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുന്ന രോഗമൊക്കെ ആയിരിക്കുമ്പോൾ, സുഖമില്ലാതെ ഇരിക്കുമ്പോൾ, അവർക്ക് പനിയാകുമ്പോൾ അവരെക്കാളും വിഷമം നമ്മളുടെ മനസ്സിലായല്ലേ. അതുപോലെ ആ പൗലോസ് അപ്പോസ്തലനും അവർ വിശ്വാസികൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അവരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന ആ മനസ്സ് പൗലോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. 30 വാക്യം. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. കൊരിന്ത്യയിലെ ഫോൾസ് ടീച്ചേഴ്സ് അവരുടെ ആ കുടുംബ പാരമ്പര്യങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെ തലമുറകളുടെ പാരമ്പര്യത്തിലും ഒക്കെ അവര് പ്രശംസിച്ചെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങളിലാണ്. അത് എൻ്റെ ബലഹീനതകൾ മാത്രമേ ഞാൻ പ്രശംസിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 9:22 താൻ ഇങ്ങനെ പറയുന്നു, ബലഹീനരെ ഞാൻ നേടേണ്ടതിന് ബലഹീനർക്ക് ബലഹീന പോലെയായി, ഏത് വിധത്തിൽ ചിലരെ രക്ഷിക്കേണ്ട ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ യഹൂദന്മാരെ നേടേണ്ടത് യഹൂദന്മാരെ പോലെയായി, ജാതികളെ നേടേണ്ട ജാതികളെ പോലെയായി, എല്ലാവരെയും നേടേണ്ടത് എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇനി 37 വാക്യം, 31 വാക്യം 31. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നതെന്ന് അറിയുന്നു. പൗലോസ് പറയാം, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കർത്താവിനെ മാത്രമാണ്. ഞാൻ എന്നെ ഈ സുവിശേഷം പരമേൽപ്പിച്ച ദൈവമാ, ആ ദൈവത്തിന് മുമ്പ് ഞാൻ നിഷ്കളങ്കനാണ്, വിശ്വസ്തനാണ് എന്ന് എനിക്ക് മാത്രം എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് മറ്റുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ ദൈവമായി പ്രസംഗം പരമേൽപ്പിച്ചത് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ദൈവത്തിന് അറിയാം. 2 വാക്യങ്ങളോട് ഞാൻ വായിച്ചു പോകാം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, തന്നെ ഈ പ്രസംഗം പരമേൽപ്പിച്ച സുവിശേഷം പ്രസംഗിച്ച് ദൈവമാണ്. ഓക്കെ. 1 തീമോഥെയോസ് 2:7. തക്ക സമയത്ത് അറിയേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയ അപ്പോസ്തലനുമായി പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളുടെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്താൽ
ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായി തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഇതിൽ പരം എന്താ വേണ്ടത് അല്ലേ? ആരും നമ്മുടെ നേരെ എന്ത് പറഞ്ഞെന്നറിയാം, നമുക്കറിയാം നമ്മളെ ആരാ വിളിച്ചേക്കുന്നത്? ക്രിസ്തുവേശു എന്ന കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. രണ്ട് തീമോഥെയോസ് 1:11-12 വായിക്കുന്നില്ല. ആ സുവിശേഷം ഞാൻ പ്രസംഗിയായിരിക്കുന്നു, കർത്താവിനെ അയച്ചിരിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒന്നും പറയേണ്ട കാര്യമില്ല. പൗലോസ് പറയുക, നിങ്ങൾ എന്നെ കാണണ്ട, ഞാൻ പറയുന്ന സുവിശേഷം നിങ്ങൾ കേൾക്കുക, പക്ഷെ മറ്റുള്ളവരെ വിശ്വസിക്കരുത്. അവര് സ്വന്തം ജഡത്തിൽ ഇങ്ങനെ പ്രശംസിക്കുക ചെയ്യുന്നത്. എനിക്ക് എന്റെ ബലഹീനതകൾ മാത്രമേ പ്രശംസിക്കൂ. നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ കാണുന്ന ദൈവമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോ മനുഷ്യരുടെ വിധി പ്രകാരം എന്നെ വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല, എന്നെ വിധിക്കുന്ന കർത്താവാകുന്നു. അതുകൊണ്ട് ഞാൻ തന്നെത്താൻ വിധിക്കുന്നതുമില്ല, എന്നെ വിധി കർത്താവ്. അതുകൊണ്ട് കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ആരെയും വിധിക്കരുതെന്ന് പറയുന്നു. അവൻ മറഞ്ഞിരിക്കുന്നു വെളിച്ചത്താക്കി എല്ലാ ഹൃദയത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തുന്നു. നമ്മൾ ഒന്ന് വരുത്തി വായിക്കുന്നുണ്ട്, ഞാൻ അവിടെ പോകുന്നില്ല. ഓക്കെ, 32-33 വാക്യങ്ങള്. ദമസ്കസിലെ അരേത രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ നിശ്ചയിച്ചു, ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു. ദമസ്കോസിൽ പൗലോസ് ആയിരുന്നപ്പോൾ ആദ്യം യഹൂദന്മാരൊക്കെ പൗലോസിനെ സ്വീകരിച്ച്, നമുക്കറിയാം പൗലോസ് എവിടെ പോയാലും സിനഗോഗുകളിൽ പോയി സുവിശേഷം അറിയിക്കുകയും അവിടെ നിന്ന് യഹൂദന്മാർ കുറച്ചുപേരെ കേൾക്കും, കുറച്ചുപേരെ വിശ്വസിക്കും. അത് കഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കുമ്പോൾ പൗലോസിനെ ഉപദ്രവിക്കാനായിട്ട് വരും. അങ്ങനെ ആ ജാതികളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പക്ഷെ ഇവിടെ ദമസ്കോസിൽ കുറച്ചു നാളായിരുന്നപ്പോൾ കുറെ പേർ യഹൂദന്മാർ വിശ്വസിക്കുകയും അത് കഴിഞ്ഞ് അവർ പിന്നെ പൗലോസിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-22-23 വാക്യങ്ങളാണ് വായിക്കുന്നത്. 3 വാക്യങ്ങൾ വായിച്ചു നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 9-23, 24, 25. കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗര ഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ട വഴിയായി മതിൽ വഴിയായി ഇറക്കി വിട്ടു, കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. കാരണം യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ പൗലോസിന്റെ അല്ലെങ്കിൽ കൂട്ടുവേലക്കാരെ ഒരു കൊട്ടയിലാക്കിയിട്ട്, പൗലോസിന്റെ അനുഭവം, ചെറിയ മനുഷ്യനായോണ്ട് രക്ഷപ്പെട്ടു അല്ലെ, 4-5 അടി താഴെ ആയോണ്ട് രക്ഷപ്പെട്ടു, കൊട്ടയിലാക്കി ഇറക്കി വിട്ടു. വിച്ചിരി എന്ന് പറയുന്ന വലിയ ആളൊക്കെ പിന്നെ ശരീരം ഒക്കെ പുഷ്ടിയുള്ളവരൊക്കെ ആയിരുന്നു, എന്തോ ചെയ്തതിനെ, വെയിറ്റുള്ളവരൊക്കെ ആയിരുന്നേനെ എന്താ ചെയ്തതിനെ. പൗലോസ് പറയുകയാണ് ഇവിടെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവർ എന്നെ മതിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി. അത്രയേ ഉള്ളൂ പൗലോസിന് പറയാനായിട്ട്. കർത്താവ് എന്നെ രക്ഷിച്ചു. മേലാലും മരണകരമായ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതിന് മരണകരമായ പ്രശ്നങ്ങൾ, ജീവിച്ചിരിക്കുമോ എന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്റെ ബലഹീനതകളിൽ മാത്രമേ ഞാൻ പ്രശംസിക്കുള്ളൂ. എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്, ഇനി മേലാലും വിടുവിക്കും. ആ ദൈവത്തിലാണ് ഞാൻ പ്രത്യാശപ്പെട്ടിരിക്കുന്നത്. ഇനിയും ക്രിസ്തുവിന് വേണ്ടി അനേകം കഷ്ടങ്ങൾ സഹിക്കാനായിട്ട് എന്റെ മുമ്പിലുണ്ട്. ആ തൊടി നേരത്തേക്കുള്ള ഈ ലഘു കഷ്ടം, ആ നിത്യത്തിന്റെ ഘനം ഓർക്കുമ്പോൾ ഏറ്റവും ലഘുവായി ഞാൻ എണ്ണുന്നു. നമുക്കും പറയാം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയണം. ആരെ വിശ്വസിക്കുക എന്ന് അറിയുന്നു, അവൻ നമ്മുടെ ഉന്നതി അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെയും പ്രത്യാശ ദൈവത്തിലായിരിക്കട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.